വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ബംഗ്ലാവിൽ താമസിച്ചവരാണ് ഇവർ രണ്ടുപേരും. സുന്ദരിയായവള് മീര, മറ്റേത് ജെനി. രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. എന്നും എപ്പോഴും ലവേഴ്സിനെ പോലെ അവർ ചുറ്റിക്കറങ്ങുമായിരുന്നു. ബോയ്സിനെ അവർ മൈൻഡ് ചെയ്തിരുന്നില്ല. ഇവരുടെ രണ്ടുപേരുടെയും അറ്റാച്ച്മെന്റ് കണ്ട് തെറ്റാണെന്ന് പറഞ്ഞവർ പലരും ഉണ്ട്. പക്ഷെ അവരതിനൊന്നും ചെവി കൊടുത്തില്ല. ആർത്തിരമ്പി പെയ്യാൻ മൂടിക്കെട്ടി നിറഞ്ഞു നിൽക്കും കാർമേഘം കണക്കേ നിന്മാറിടവും. ഞാനിങ്ങോട്ട് വന്നാലുണ്ടല്ലോ എന്നോടക്കുഴൽ സ്പർശം കേൾക്കാൻ വെമ്പൽ കൊള്ളുന്ന നിന്റെ നിന്നെ ഞാൻ ഇങ്ങോട്ട് ജെന്നി, ഇല്ല ഇല്ല തരാൻ ഞാൻ തരില്ല. നിന്നോടാ പറഞ്ഞ താടി. ഇതെല്ലാം ഞാൻ ജെനിയുടെ ഡയറിയിൽ നിന്ന് മനസ്സിലാക്കിയതാ. ഇതേ ബംഗ്ലാവില് ജെനിയുടെയും മീരയുടെയും മുറിയിലാണ് അവർ കൊല ചെയ്യപ്പെട്ടത്. അവരെ ആര് കൊല ചെയ്തതെന്നും എന്തിനു വേണ്ടി ചെയ്തതെന്നും ഇതുവരെ ആർക്കും അറിയില്ല. പോലീസ് അത് സൂയിസൈഡ് എന്ന് തള്ളിക്കളഞ്ഞു. അതിനുശേഷം വർഷങ്ങളായി ബംഗ്ലാവ് പൂട്ടിക്കളഞ്ഞു. പിന്നെ 7 ബാച്ചിലേഴ്സ് ഇവിടെ താമസിച്ചിരുന്നു. അതിന്റെ ഗതി നിനക്ക് അറിയാമെന്നല്ലേ? സാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ സ്വപ്നത്തിൽ കണ്ടതും ഞാൻ തേടിപ്പിടിച്ച് ഇവിടെ വന്നതിനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു സാർ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നീ വന്നതിന് ഒരു കാരണമുണ്ട്. ഞാൻ പോലും അറിയാതെ എന്നെ ഇവിടെ കൊണ്ടുവന്ന എന്തിനാണ് സാർ? വാച്ച്. ഇതാണ് ജെനിയും മീരയും താമസിച്ചുകൊണ്ടിരുന്ന മുറി. യഥാർത്ഥത്തിൽ ഇതുവരെ ആരും ആ മുറി തുറന്നു നോക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അവിടെയാണ് പ്രേതമുള്ളത്. പ്രേതം അവിടെ ഉണ്ടെന്ന് സാറിന് എങ്ങനെ പറയാൻ സാധിക്കും? ഇതവരാണ്, മീരയും ജെനിയും. Here. Huh? Here come.
ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ല അല്ലേ? നോക്ക്. ഞാൻ പറഞ്ഞില്ലേ? നിനക്കപ്പോ എന്ത് തോന്നുന്നു? നോ സർ, എനിക്കിപ്പോഴതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ഈ ടെക്നിക്കൽ വിദ്യകളെല്ലാം സാറ് തന്നെ ചെയ്താണെങ്കിലോ? സോ നീ വിശ്വസിക്കുന്നില്ല അല്ലേ? ഇല്ല സർ, പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പായി. ഇവിടെ നിങ്ങൾ തനിച്ചല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആരൊക്കെയോ ഉണ്ട്. നീ പറഞ്ഞത് ശരിയാ. ഞാനിവിടെ ഒറ്റയ്ക്കല്ല. അത് നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും. എന്നിലെ എന്നെ തേടി എന്നുള്ളിൽ ഞാൻ തിരഞ്ഞെങ്കിലും എന്നുള്ളത്തിൽ ഞാൻ കണ്ടതോ എന്നിലെ നിൻ മുഖം മാത്രം. ആലപ്പുഴ SD കോളേജിലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ലിറ്ററേച്ചറിൽ മീരയേക്കാൾ കൂടുതൽ താല്പര്യം എനിക്കായിരുന്നു. എങ്കിലും BEd കഴിഞ്ഞ് നല്ല ടീച്ചറാവാനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതിനിടയിൽ ഞാൻ എന്തൊക്കെയോ വരികൾ മലയാളത്തിൽ കുത്തിക്കുറിക്കുവാൻ തുടങ്ങി. അതിനെ മീര കവിതകൾ എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായി മലയാളത്തിൽ ഒരു കവിത എഴുതി. എൻ്റെ കവിതയുടെ ആദ്യ കേൾവിക്കാരിയും ആരാധികയും അവളായിരുന്നു, എൻ്റെ മീര. ഞാൻ എഴുതിയ ആദ്യ കവിതയും അവളെക്കുറിച്ച് തന്നെയായിരുന്നു. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവൾ. ചില സമയങ്ങളിൽ അവളുടെ മേൽ എനിക്ക് പോലും പ്രേമം തോന്നിപ്പോയിട്ടുണ്ട്. എന്നിലെ കവയിത്രിയെ തിരിച്ചറിഞ്ഞു തന്നിരുന്ന നിമിഷങ്ങളായിരുന്നു അത്. പോലും ജെന്നി, നീ എന്തായി ചെയ്യുന്നേ? ദേ, നിൻമുഖം കാണാൻ കൊതിക്കുന്നു, നീ മുഖം നോക്കും കണ്ണാടി പോലും.